ഹലോ. അപ്പോൾ ദാ എൻ്റെ ഫസാനും എഴുത്താനും കുട്ടി ഒരു കേക്ക് കട്ട് ചെയ്യുന്നുണ്ടാവോ. അപ്പം നിങ്ങൾ വിചാരിച്ചുള്ള ഇത് കണ്ടിട്ട് ഇവരെന്താണ് ഇവരുടെ ബർത്ത്ഡേ ആണോ എന്നൊന്നും, ബർത്ത്ഡേക്ക് ഇങ്ങനത്തെ കേക്കാണോ എന്നൊക്കെ ഒന്ന് വിചാരിച്ചുള്ള അവർ ഞാനില്ലേ ഒരു കേക്ക് ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് കേക്ക് തിന്നാണ് വല്ലാത്ത പേര്. അപ്പോൾ എന്താണെന്ന് ഒരു കേക്ക് തിന്നണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കേക്കല്ല, നല്ല അടിപൊളി കേക്ക് തിന്നാനായിരുന്നു പുതിയ. അപ്പോൾ ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പേരിൽ എന്തൊക്കെ സാധനം ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ നമ്മളെ യൂട്യൂബിൽ എന്തുണ്ടെങ്കിലും ഞാൻ പോകുന്നത് നമ്മൾ യൂട്യൂബിലാണ്. പിന്നെ വിചാരിച്ച് യൂട്യൂബിൽ പോയി നോക്കാം, നമുക്ക് എൻ്റെ അടുത്ത് 2 റോബസ്റ്റർ പഴം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാൻ വിചാരിച്ച് ഞാൻ സെർച്ചിങ്ങിലായി. ഓക്കെ, അപ്പോൾ സെർച്ചിങ്ങിലിതാ ബനാന കേക്ക് റെസിപ്പി എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തെടുത്തു. നമുക്ക് ഞാൻ അധികം ഷോർട്സ് ആവും നോക്കാറ്, ലോങ് വീഡിയോസൊന്നും ഞാൻ നോക്കാറില്ല. എനിക്ക് കുറേ ഇപ്പം ഞാൻ എൻ്റെ വീഡിയോസ് അല്ലേ, പിന്നെ കുറേ സമയം പറയുന്ന കേക്ക് നമുക്ക് ഭയങ്കര ബോറടിക്കുമോ, അങ്ങനെ ഷോർട്സിൽ പെട്ടെന്ന് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്സ് വെച്ച് നോക്കിയത്. അപ്പോൾ ഇതിൽ ഏത് ബനാന എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് റോബസ്റ്ററാണ്. അപ്പം ഞാൻ നോക്കിയത് റോബസ്റ്റർ കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട്, പിന്നെ ചോക്കോ ചിപ്സ് ഒന്നും എൻ്റെ അടുത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്തുള്ള സാധനം കൊണ്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ കേക്ക് ഉണ്ടാക്കാൻ എല്ലാ തയ്യാറെടുപ്പും കൂടി ഞാൻ അടുപ്പത്ത് വെച്ച് പോവാം. എൻ്റെ അടുത്തൊരു ഹേർട്ട് ഷേപ്പിൻ്റെ ടിന്നായിരുന്നു ഉണ്ടായത്. അപ്പം ഞാനതിൽ ബാറ്ററി കൂട്ടിയിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വെച്ചു. അപ്പോൾ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഇതൊന്നും റെസിപ്പീസൊന്നും ഞാൻ എടുത്തിട്ടില്ല, നമ്മൾ ഷോർട്സിൽ കണ്ടതേ റെസിപ്പി. അപ്പം ഞങ്ങൾക്ക് അപ്പൊന്നും എടുക്കാനൊരു ഇത് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഈ കേക്ക് നമുക്കൊന്ന് വീഡിയോ എടുത്ത് നോക്കിയാലാന്ന് വിചാരിച്ചു ഞാൻ ബാറ്ററി കൂട്ടി ഇതൊന്ന് സെറ്റായിട്ടാകുമ്പോൾ ഞാൻ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയതാണാവോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുത്തി നോക്കാം അല്ലേ, ഇതിലേക്ക് എന്താ നമ്മുടെ ഇത് ബാറ്ററി വന്നിട്ടുണ്ടോ, നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ടോ നോക്കുമ്പോൾ കുത്തിയിട്ടാകുമ്പോൾ നമുക്ക് ആ കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിചാരിക്കുക, നമ്മുടെ കേക്ക് റെഡി ആയിട്ടില്ല. പക്ഷേ ഒട്ടിപ്പിടിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മളെ കേക്ക് റെഡിയാണ്. അപ്പോൾ ഞാനതാ അടുപ്പത്ത് നിന്ന് നമ്മളെ കേക്ക് എടുത്തു. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾക്ക് ഈ ടിന്നിലെ ഉള്ള കേക്ക് നമ്മൾ ഈ പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ടിന്നിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ച് ടിന്നിനെ കമഴ്ത്തി വെക്കാം. അപ്പോൾ ഞാനൊരു കത്തി നമ്മളെ പ്ലാസ്റ്റിക് കത്തിയില്ലേ, അപ്പോൾ അതുകൊണ്ട് എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് കേക്ക് ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിൽ മറിച്ചിട്ടാൽ മാത്രം മതി. പക്ഷേ ഞാനതിലേക്ക് 2-3 കൊട്ടും കൂടി കൊടുത്തു. അപ്പോൾ എൻ്റെ ഒരു പൂതിയാണ്, ഇങ്ങനെ കൊട്ട് കൊടുത്തിട്ടെടുക്കുന്നതൊക്കെ കാണലുണ്ടല്ലോ അമ്മ, അതുപോലെ ആക്കി നോക്കാൻ 2-3 കൊട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ബാക്ക് സൈഡ് നല്ല മറിഞ്ഞിട്ട് നല്ല കേക്കിൻ്റെ ഇതിൽ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഫ്രണ്ട് സൈഡ് മുകളിൽ മാത്രം ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒരു കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല. ചിലപ്പോൾ ഞാനതിലേക്കില്ലേ നമ്മൾ ഹോർലിക്സും പാൽപ്പൊടി ഞാൻ അതിലേക്കൊന്നും സ്പ്രെഡ് ചെയ്തായിരുന്നു, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് അതൊന്നൊരു മനസ്സിലേക്കൊരു റാത്താവാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് നമ്മളെ ഫ്രൈ പാൻ എടുക്കുക, അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് വെച്ച് കൊടുക്കുക, നമ്മളെ മിൽമ നെയ്യ്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് നമ്മളെ ഈ മുകൾ ഭാഗം ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു, ഒരു കളറൊന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാനതാ എന്നെ പാൻ എടുത്തിട്ട് ഒഴിച്ച് നമ്മളെ മുകൾ ഭാഗം അതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. എന്നിട്ടായിട്ട് ഞാൻ എടുത്ത് നോക്കുമ്പോൾ സംഭവം ആകെ ഫ്ലോപ്പായോന്നൊന്നും അറിയില്ല, ബട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ടായോ. കളർ ചേഞ്ച് ആയെന്ന് മാത്രമല്ല ഒരു കരിഞ്ഞ മട്ടിലായിപ്പോയോ. ബട്ട് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായി, എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അതുപോലെ ഞാൻ ചായക്ക് തിന്നാണ്ടാക്കിയതാണ്. വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ചായ കുടിക്കുമ്പോൾ ഇത് പകുതി പോയി 3/4 ഭാഗം പോലും ഞങ്ങൾ 3 ആൾ കൂടി കഴിച്ച് തീർത്താവും. നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാൻ നോക്കിയാൽ പ്രസ് ചെയ്ത് കാണിക്കുന്നുണ്ട്, ഈ വീഡിയോസിൽ കാണിക്കുന്ന പോലെ ഒന്നും പ്രസ്സാവുന്നില്ല, അത് എത്ര നോക്കിയാലും പ്രസ്സാവുന്നില്ല. ബട്ട് നല്ല ടേസ്റ്റ്, കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എന്നും പറയാനുള്ളത് പോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സപ്പോർട്ട് മീ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.